വെൽക്കം ടു ട്രൈഡോ. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം, ഇന്നലെ മാർക്കറ്റ് ഇറങ്ങിയിട്ടൊരു ഫിജിയിൽ നിന്ന് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഇന്ന് ആ ഒരു സപ്പോർട്ടിന്റെ കണ്ടിന്യൂഷൻ എന്ന രീതിയിലേക്ക് ഇന്ന് ചെറുതായി ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി വീണ്ടും മുകളിലോട്ട് പോകാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. എന്തായാലും ഇന്നലത്തെ ക്യാൻഡലിന്റെ ലോയിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ക്യാൻഡലിന്റെ ഹൈനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. നോക്കിയാൽ കാണാം ഇവിടെ ഒരു FEG ഉണ്ട്. ആ ഒരു FEG ഉള്ളത് കൊണ്ടാണ് ആ ഒരു ക്യാൻഡലിന്റെ ഹൈനെ മാർക്ക് ചെയ്തിടുന്നത്. അപ്പൊ ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഇന്ന് പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നും ഇല്ലാത്ത ദിവസമാണ്. എന്നിരുന്നാലും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ന്യൂസ് വേണമെന്നില്ല ഒരു മൂവ്മെന്റ് കിട്ടാൻ വേണ്ടി. ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം. ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം, നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഒരു ഏരിയ ആയിരുന്നു ഈ ലെവൽ, FEG എന്ന് പറഞ്ഞിട്ടുള്ള ലെവല്. ആ ഒരു ലെവലിനെ ഒന്ന് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 3360.820, അതുപോലെ 3345.984 ആണ്. അതുപോലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ ആണ് ഈ ലെവല്. ഈ ലെവലിനെയും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന്റെ പ്രൈസ് റേഞ്ച് 3414.281, അതുപോലെ 3401.875 ആണ്. അതിന്റെ ഉള്ളിൽ FEGസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ ആണ് ഈ ലെവൽ. ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം വലിയ സപ്ലൈ നടന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് ഏത് സ്ഥലത്ത് നിന്നും മാർക്കറ്റ് നല്ല റിയാക്ഷനോ റിജക്ഷനോ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്നലെ സപ്പോർട്ട് എടുത്ത ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ലെവൽ. ഇവിടെ നോക്കിയാൽ കാണാം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ഉള്ളതാണ്. അതിനെയും ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന്റെ പ്രൈസ് റേഞ്ച് 3286.746, അതുപോലെ 3260.487 ആണ്. ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. ആ ഒരു ഏരിയനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. ആ ഒരു ഏരിയയുടെ പ്രൈസ് റേഞ്ച് 3203.084, അതുപോലെ 3218.045 ആണ്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 1 അവറിൽ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് നോക്കിയാൽ കാണാം മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ് എടുത്തിരിക്കുന്നത്. എന്നിരുന്നാലും മുകളിലേക്ക് പോകാൻ കഴിയാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് മാർക്കറ്റ്. എനിവേ നമുക്ക് പ്രധാനപ്പെട്ട ഏരിയാസ് 50 മിനിറ്റ്സിലൊന്ന് മാർക്ക് ചെയ്തിടാം. അല്ല, ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറഞ്ഞ ഈ ലെവലാണ്. ഈ ലെവൽ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. എന്തായാലും നമുക്കതിനെ മാർക്ക് ചെയ്തിടാം. അതിന്റെ ഒരു പ്രൈസ് റേഞ്ച് 3321.127, അതുപോലെ 3311.182 ആണ്. അതുപോലെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് മറ്റൊരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു 50 മിനിറ്റ്സിന്റെ ഒരു സപ്പോർട്ടും കൂടിയും കാണുന്നുണ്ട്. അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന്റെ പ്രൈസ് റേഞ്ച് 3251.261, അതുപോലെ 3240.073 ആണ്. ഇനി ഒരു എൻട്രി സാധ്യത എന്ന് പറയുന്നത് മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ, അതായത് റെസിസ്റ്റൻസ് ലെവലിൽ നിന്ന് മാർക്കറ്റ് വന്നതിന് ശേഷം നല്ലൊരു കൺഫർമേഷൻ തരികയാണെങ്കിൽ, ഇവിടെ നോക്കിയാൽ കാണാം 1-2 തവണ ഇവിടേക്ക് വന്നിരുന്നു. വന്നിട്ട് നല്ലൊരു മൂവ്മെന്റ് താഴോട്ടേക്ക് വന്നിട്ട് പോലും ഈ ഒരു സപ്പോർട്ട് ഏരിയ, അതായത് ഈ ലെവലിന്റെ താഴോട്ടേക്ക് മാർക്കറ്റ് ഇതുവരെ വന്നിട്ടില്ല. അതായത് മനസ്സിലാവുന്നത് നല്ലൊരു കൺസോൾട്ടേഷൻ ഏരിയയിലാണ് മാർക്കറ്റ് നിൽക്കുന്നതെന്ന് തന്നെയാണ്. അപ്പൊ ഈ ഒരു ലെവലിൽ വന്നതിന് ശേഷം ഒരുപക്ഷെ മാർക്കറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഒരു വലിയൊരു ബ്രേക്ക്ഔട്ട് ഇതിന്റെ മുകളിലോട്ട് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്ന റീടെസ്റ്റിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു എൻട്രി എടുക്കാം. ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ വരെ നമുക്കൊരു എൻട്രി എടുക്കാം. റെസിസ്റ്റൻസ് ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് വീണ്ടും ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട്.
അങ്ങനെയാണെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ഏരിയ, അതായത് യെല്ലോ ബോക്സ് വരച്ചിരിക്കുന്ന സപ്പോർട്ട് ഏരിയയിൽ നിന്ന് ഒരുപക്ഷെ വീണ്ടും ഒരിക്കൽ കൂടി മാർക്കറ്റ് മുകളിലോട്ട് കയറി പോവാം. അങ്ങനെ കയറി പോവുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ലെവലിലൊക്കെ ഹയർ ടൈം ഫ്രെയിമിന്റെ എഫ്ഇജികളും മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അവിടുന്നൊക്കെ ചിലപ്പോൾ ഒന്ന് മാർക്കറ്റ് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഒന്ന് ചെറിയ പുൾ ബാക്കുകളോ മറ്റോ തന്നതിന് ശേഷം വീണ്ടും മുകളിലോട്ട് പോയി ഈ ഒരു ലെവലിലേക്ക് എത്താം. ഈ ലെവലും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഓൾ ടൈം ഹൈ ആയിരിക്കും മാർക്കറ്റ് ടാർഗറ്റ് ചെയ്യുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടുന്ന് മുകളിലോട്ട് പോകുന്നത് അത്ര എളുപ്പമായിട്ട് തോന്നുന്നില്ല. കാരണം ഒരുപാട് റെസിസ്റ്റൻസുകളുണ്ട്. എന്നിരുന്നാലും ട്രേഡുകൾ ഒരിക്കൽ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് എക്സ്പെഷ്യലി ഈ ലെവലിന്റെ മുകളിൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം മോശമില്ലാത്ത ട്രേഡുകൾ പ്രീ ടെസ്റ്റിലും അതുപോലെ തന്നെ ബ്രേക്ക്ഔട്ടിലും കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ മാർക്കറ്റ് ഇവിടെ വന്നതിന് ശേഷം ചിലപ്പോൾ ഒന്നും കൂടി ഒരു കൺഫർമേഷൻ തന്ന് ഇതിന്റെ ലോയൊക്കെ ബ്രേക്ക് ചെയ്ത് ഇവിടെ നോക്കിയാൽ കാണാം ഇവിടെ ഒരു എഫ്ഇജി ഉണ്ട്. ഈ എഫ്ഇജിന്റെ സപ്പോർട്ട് എടുത്തിട്ട് ചിലപ്പോൾ മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോവാം. വളരെ ഷോർട്ട് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോവാം. അല്ലെങ്കിൽ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഈ ലെവലിലേക്ക് വന്നിട്ട് വീണ്ടും പോകാനുള്ള സാധ്യത ഉണ്ട്. അതിനെയും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് താഴോട്ടേക്ക് ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവിടേക്കൊക്കെ വരുന്ന സമയത്ത് എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പുൾ ബാക്കുകൾ, സ്ട്രോങ് ആയിട്ടുള്ള പുൾ ബാക്കുകൾ കിട്ടാൻ സാധ്യതയുണ്ട് മുകളിലോട്ട്. ഈ ഒരു ലെവലിലേക്ക്, അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടേക്കൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം മാർക്കറ്റ് ഇപ്പൊ നിൽക്കുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു കൺസോൾട്ടേഷൻ ആയതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ, നല്ലൊരു ഡയറക്ഷൻ കിട്ടണമെങ്കിൽ ബ്രേക്ക് ഔട്ട് വേണം ഏതെങ്കിലും ഒരു സൈഡിലേക്ക്. അപ്പൊ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ ഡയറക്ഷൻ നോക്കിയിട്ട് പോവാം. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയി ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.